അഗെയിൻ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സം ഓഫ് മണി 6% പെർ ആനം ഫോർ ദി ഫസ്റ്റ് 3 years അല്ലേ. ആദ്യത്തെ 3 വർഷത്തേക്ക് 6%. സോ 6% ഫോർ ഫസ്റ്റ് 3 years. ഓക്കെ, പിന്നെയോ 8% ഫോർ ദി നെക്സ്റ്റ് 5 years. ഓക്കെ, 8% നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത 5 വർഷത്തേക്ക്. ആൻഡ് 10%, പിന്നെ ഒരു 10% കിട്ടുന്നുണ്ട് എന്നത്തേക്ക് ബിയോണ്ട് 8 years എന്നാണ് പറഞ്ഞത്, 8 വർഷത്തിന് ശേഷം. അപ്പോൾ നമ്മൾ നോക്കണം ഇത് ടോട്ടൽ എത്ര വർഷമാണ്? ടോട്ടൽ 10 വർഷത്തെ കേസാണ്. അപ്പോൾ 8 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 2 വർഷത്തെ ഒരു കേസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ടോട്ടൽ 10 വർഷമായി. അപ്പോൾ ഞാനൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷത്തേക്ക് 6%, അത് കഴിഞ്ഞിട്ട് 5 വർഷത്തേക്ക് 8%, അത് കഴിഞ്ഞിട്ട് 2 വർഷത്തേക്ക് 10% അല്ലേ. അങ്ങനെ ടോട്ടൽ 10 വർഷം. ഓക്കെ, അങ്ങനെ എനിക്ക് ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണിത് അല്ലേ. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അക്രൂഡ്, 10 വർഷം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് 1560, 1560 റുപ്പീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നോട് കാണാൻ പറഞ്ഞാൽ ഫൈൻ ദ സം, ഐ മീൻ ദ പ്രിൻസിപ്പൾ കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആണല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 6% 3 വർഷത്തേക്ക് കിട്ടുമ്പോൾ 6 × 3 6 × 3 നമുക്ക് 18% ടോട്ടൽ ഇവിടെ കിട്ടും. ഓക്കെ ആണല്ലോ. 8% വെച്ച് 5 വർഷത്തേക്ക് കിട്ടുമ്പോൾ 8 × 5 40% നമുക്ക് ഇവിടെ കിട്ടും. 10% വെച്ച് 2 വർഷത്തേക്ക് കിട്ടുമ്പോൾ ഇവിടെ നമുക്കൊരു 20% കിട്ടും. സോ ടോട്ടൽ ഇത് നമ്മൾ പ്ലസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 40 + 20 60 78% കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഒറ്റ കാര്യം അറിയിച്ചാൽ മതി, ഈ 1560 രൂപയാണല്ലോ എനിക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇത് എത്ര ശതമാനമായിരിക്കും? 78% ആയിരിക്കുമല്ലോ അല്ലേ. സോ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സംഖ്യേനെ അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% കിട്ടും. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം, ബട്ട് അതിലേറെ ലോജിക്ക് വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യേനെ അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% കിട്ടും. അപ്പോൾ 100% എന്ന് പറയുന്ന ആരാ? പ്രിൻസിപ്പൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1560 രൂപ എന്ന് പറയുന്നത് 78% ആണ്. അപ്പോൾ ആ സംഖ്യേനെ അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുക്കുക, 1560 ഡിവൈഡഡ് ബൈ 78% അല്ലേ. എനിക്ക് ആൻസർ കിട്ടി 2000 റുപ്പീസ്. ആൻസർ കിട്ടി 2000 റുപ്പീസ്. ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 2000 റുപ്പീസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇനി അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ ഇക്വേഷൻ വെച്ച് ചെയ്യുക? I = പിന്നൊന്ന് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ അത് സെപ്പറേറ്റ് 3 കേസുകളായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് അതിലേറെ എളുപ്പം നമുക്ക് ഷോർട്ട് കട്ടല്ല, ജസ്റ്റ് ലോജിക്ക് വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ.